തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻമന്ത്രിയും MLA-യുമായ ആന്റണി രാജുവിന് കോടതി വിധിച്ച ശിക്ഷ അപര്യാപ്തമാണെന്നും കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കഠിനമായ ശിക്ഷ ഉറപ്പാക്കൽ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധിച്ച 3 വർഷം തടവ് ശിക്ഷ പോരാ എന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. പ്രതികൾക്കെതിരെ ചുമത്തപ്പെട്ട IPC 409 പ്രകാരമുള്ള കുറ്റം തെളിഞ്ഞിട്ടും അതിനനുസരിച്ചുള്ള ശിക്ഷ നൽകിയില്ലെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നു. പൊതുസേവകൻ എന്ന നിലയിലോ അഭിഭാഷകൻ എന്ന നിലയിലോ ഉള്ള വിശ്വാസ വഞ്ചനയ്ക്ക് ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ്. എന്നാൽ കേസ് മേൽക്കോടതിക്ക് കൈമാറാതെ മജിസ്ട്രേറ്റ് കോടതി തന്നെ വിധി പറഞ്ഞത് ശിക്ഷ കുറയ്ക്കാൻ കാരണമായെന്ന് വിലയിരുത്തപ്പെടുന്നു. അപ്പീൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഉടൻ അപേക്ഷ നൽകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. വിധി പകർപ്പിന്റെ പൂർണ്ണരൂപം പുറത്തു വന്നതിന് പിന്നാലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമവകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി വിശദമായ ചർച്ച നടത്തി കഴിഞ്ഞു. അടിയന്തരമായി കേസിൽ അപ്പീൽ പോകേണ്ട സാഹചര്യമുണ്ടെന്ന് നിയമവിദഗ്ധരും നിർദ്ദേശിക്കുന്നു. നിയമവ്യവസ്ഥയുടെ അടിത്തറ തകർക്കുന്ന പ്രവൃത്തിയാണ് പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് വിധി പകർപ്പിൽ കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. കേസിലെ 1-2 പ്രതികൾ നിയമത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരായതിനാൽ ഈ കുറ്റകൃത്യം അതീവ ഗുരുതരമാണെന്നും മജിസ്ട്രേറ്റ് നിരീക്ഷിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രതികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചില്ലെന്ന പ്രോസിക്യൂഷൻ ആരോപണം ശ്രദ്ധേയമാണ്. അതേസമയം കോടതി ശിക്ഷിച്ച സാഹചര്യത്തിൽ ആന്റണി രാജു ഇന്ന് MLA സ്ഥാനം രാജിവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ജനപ്രാതിനിധ്യ നിയമപ്രകാരം 2 അതിലധികമോ വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടാൽ ഉടനടി അയോഗ്യത കൽപ്പിക്കപ്പെടും. സ്പീക്കർ ഔദ്യോഗികമായി അയോഗ്യനാക്കും മുൻപ് സ്വയം രാജിവെച്ച് ഒഴിയാനാണ് ആന്റണി രാജുവിന്റെ ഇടതുമുന്നണിയുടെയും നീക്കം. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 1990-ൽ നടന്ന സംഭവത്തിലാണ് 3 പതിറ്റാണ്ടിന് ശേഷം വിധി വന്നത്. ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോർ സർവേലിയെ ലഹരിക്കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചു എന്നതാണ് കേസ്. ഈ വസ്ത്രം പ്രതിക്ക് പാകമില്ലെന്ന് വരുത്തി തീർത്താണ് അന്ന് വിദേശിയെ രക്ഷിച്ചത്. കേസിലെ 1-ാം പ്രതിയും അന്നത്തെ കോടതി ക്ലർക്കുമായിരുന്ന ജോസും കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്താണ് കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന തൊണ്ടി മുതൽ ഇവർ പുറത്തെടുത്തത്. ഇത് നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. മേൽക്കോടതിയിൽ അപ്പീൽ പോയാലും ഉടൻ അനുകൂലമായ സ്റ്റേ ഉത്തരവ് ലഭിക്കാൻ സാധ്യതയില്ലെന്ന് ആന്റണി രാജുവിന് നിയമ ഉപദേശം ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ രാജിയിലൂടെ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ ചർച്ചകളിലും തിരിച്ചടി ഒഴിവാക്കാൻ രാജി സഹായിക്കുമെന്ന് LDF കരുതുന്നു. ഈ കേസ് കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ഒരു നിയമ നിർമ്മാതാവ് തന്നെ നീതിന്യായ വ്യവസ്ഥയെ കബളിപ്പിക്കാൻ ശ്രമിച്ചത് അങ്ങേയറ്റം ഗൗരവകരമാണെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. പ്രോസിക്യൂഷന്റെ അപ്പീൽ നീക്കം ആന്റണി രാജുവിനെ കൂടുതൽ നിയമക്കുരുക്കിലേക്ക് നയിക്കാനാണ് സാധ്യത. സർക്കാർ ഉടൻ തന്നെ അപ്പീലിനുള്ള അനുമതി നൽകുമെന്നാണ് കരുതുന്നത്. നീതി നടപ്പിലാക്കാൻ ഉയർന്ന കോടതിയുടെ ഇടപെടൽ ആവശ്യമാണെന്ന പ്രോസിക്യൂഷന്റെ ശക്തമായ നിലപാട് സർക്കാരിന് തള്ളിക്കളയാനാവില്ല. ശിക്ഷാ നടപടികൾ കടുപ്പിക്കണമെന്ന ആവശ്യമായി പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സാധ്യത. കുറ്റകൃത്യത്തിന്റെ ഗൗരവവും പ്രതികളുടെ നിയമ പരിജ്ഞാനവും കോടതി വിധിയിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുള്ളത് അപ്പീലിൽ പ്രോസിക്യൂഷന് വലിയ തുണയാകും. നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ അത് ലംഘിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നു. പൊതുജനങ്ങളുടെ വിശ്വാസം നീതിന്യായ വ്യവസ്ഥയിൽ നിലനിർത്താൻ അർഹമായ ശിക്ഷ തന്നെ ലഭിക്കണമെന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ കേസിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള തീരുമാനങ്ങൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കും. ആന്റണി രാജു ഇന്ന് രാവിലെ സ്പീക്കറെ നേരിട്ട് കണ്ടോ ഇമെയിൽ വഴിയോ രാജി കൈമാറും. ഇടതുമുന്നണിയിലെ പ്രമുഖ നേതാക്കൾ ഇതിനോടകം തന്നെ ചർച്ചകൾ നടത്തി രാജി ഉറപ്പാക്കിയിട്ടുണ്ട്. വിധിക്ക് പിന്നാലെയുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കാനാണ് LDF ലക്ഷ്യമിടുന്നത്. വരാനിരിക്കുന്ന നിയമ പോരാട്ടങ്ങളിൽ തനിക്ക് നിരപരാധിത്വം തെളിയിക്കാനാകുമെന്ന് ആന്റണി രാജു അവകാശപ്പെടുന്നുണ്ടെങ്കിലും കോടതി വിധി അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാണ്.